ബാങ്ക് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് സിംപ്ലിഫിക്കേഷൻ ആണ്. ഇത് മറ്റൊന്നുമല്ല, നമുക്ക് എന്താണ് ആൻസർ കിട്ടേണ്ട ഒരു ആക്യുറസി ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് ഉത്തരം കിട്ടിയൊരു വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ഓക്കെ അത് ശരിയാണ്. ഒരുപാട് സ്റ്റെപ്പ് പ്രോബ്ലംസ് ഉണ്ടാവും. ചിലപ്പോൾ DI ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ്റെ സെഷനിലൊക്കെ നമുക്ക് എന്താണ് സ്റ്റെപ്സ് ഒരുപാട് ഉണ്ടായിരിക്കും. പക്ഷേ നമുക്കിത് ലാസ്റ്റ് ആകുമ്പോൾ ആക്യുറസിയിൽ തെറ്റാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ നമുക്കിവിടെ ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇതിനൊക്കെ ആൻസർ ഉറപ്പാണ്. നമുക്ക് അതിനൊരു കോൺഫിഡൻസ് ഉണ്ടാവും. ഫസ്റ്റ് നമ്മൾ എക്സാം തുടങ്ങുമ്പോൾ തന്നെ സിംപ്ലിഫിക്കേഷൻ്റെ ഒരു 5 ചോദ്യം നമ്മൾ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് കൂടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ ഈ സിംപ്ലിഫിക്കേഷൻ്റെ പാർട്ട് 1 and 2 ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ 1ലും 2ലും നമ്മൾ ബേസിക് ആയിട്ടുള്ള അഡീഷൻ, ചെറിയ മൾട്ടിപ്ലിക്കേഷനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ ഒരു ഓവറോൾ ഐഡിയ നമുക്ക് മനസ്സിലാവുന്ന പോയിന്റ് എന്താണത്. ഇതെല്ലാം ഒരു സ്ക്വയർ ബേസ്ഡാണ്. നോക്കി സിംപ്ലിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സ്ക്വയേഴ്സ് ആണ്. ഈ സ്ക്വയേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരും. അപ്പം നമുക്കിവിടെ എടുത്ത് തന്നെ നോക്കി ഈ ആഡ് ചെയ്ത നമ്പേഴ്സ് ഉണ്ടായിരിക്കാം. ഇപ്പോൾ ഈ സ്ക്വയറിൽ തന്നെ ക്വസ്റ്റ്യൻ നിങ്ങൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. മേ ബി നമ്മളിവിടെ എല്ലാം സ്ക്വയർ പ്ലസ് ചെയ്യാനുണ്ടായിരിക്കും, പിന്നെ മൈനസ് സംഭവം കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ പേഴ്സൻറ്റേജ് വെച്ച് കണക്ട് ചെയ്ത് ചോദിക്കും സിംപ്ലിഫിക്കേഷനിൽ. അതുപോലെ ഈ മൾട്ടിപ്ലിക്കേഷനോ അല്ലെങ്കിൽ റൂട്ടൊക്കെ ചോദിക്കാറുണ്ട്. സ്ക്വയർ റൂട്ട് ഓഫ് നമുക്ക് എന്താണ് ഒരു 1369 ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ നമ്മളെന്താണ് പെട്ടെന്ന് നമുക്ക് ഒരു വിത്തിൻ സെക്കൻഡ്സ് ഉണ്ട്. എത്ര സെക്കൻഡ്, ഒരു 10-25 സെക്കൻഡ് ഉത്തരം കിട്ടിയാലും അത്രയും നമുക്ക് സേവ് ചെയ്യാം. എന്താണ് അടുത്ത സെഷനിലൊക്കെ നമുക്ക് എന്തെങ്കിലും അടുത്ത ക്വസ്റ്റിനിൽ നമുക്കത് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇവിടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഇതെങ്ങനെ ചെയ്യാം ഈ സ്ക്വയർ ഓഫ് നമ്പേഴ്സ്. നോർമലി നമുക്ക് എത്ര വരെ അറിയാം? ഒരു 1 to 30 വരെ എല്ലാവർക്കും അറിയാം. മേ ബി ഒരു 40 വരെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. ഒരു 40 വരെയുള്ള നമ്പേഴ്സിന് സ്ക്വയർ നമുക്ക് കാണാതെ അറിയുണ്ടാവും. ചിലപ്പോൾ അതിൽ കൂടുതൽ അറിയുന്ന ആളുകളുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിലല്ലാത്തൊരു കേസിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണമെങ്കിലുള്ള മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയറിൻ്റെ ഒരു ഷോർട്ട് കട്ട് പഠിക്കുക എന്നുള്ള എപ്പോഴും ആവശ്യമാണ്. കാരണം എന്താണ് ഇവിടെ 54-ഉം 78-ഉം 56-ഉം 32 അല്ലെങ്കിൽ 48 ഒക്കെ കാണാനുണ്ടാവും. അപ്പോൾ നമുക്ക് ഏത് നമ്പർ തന്നാലും നമുക്ക് വെദർ ഇറ്റ് ഈസ് 2 ഡിജിറ്റ് ആയാലും 3 ഡിജിറ്റ് ആയാലും സ്ക്വയർ കാണാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് നോക്കിയാലോ. സിമ്പിളാണ്. നിങ്ങളത് പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ഏത് നമ്പറിൻ്റെ സ്ക്വയർ കാണാം. സോ ഫോർ എക്സാമ്പിൾ ഞാനൊരു വലിയ സിമ്പിളായിട്ടൊരു നമ്പർ എടുക്കുകയാണ് 42. ഞാൻ ഒരു 4ഉം 2 എടുത്തിട്ടുണ്ട്. ഈ 42ൻ്റെ സ്ക്വയർ നമുക്ക് എങ്ങനെ ചെയ്യാം? സംഭവത്തിലേ ഉള്ളൂ കേട്ടോ. 42 സ്ക്വയർ. ഞാനൊരു റൂളൊന്നും പറയുന്നില്ല. നമ്മളിത് എങ്ങനെയാണ് ഉത്തരം കിട്ടുന്നത് ചെയ്താൽ മതിയല്ലോ അല്ലേ. ഈ 4നും 2നും ഞാൻ സ്പ്ലിറ്റ് ചെയ്യാം. 2 നമ്പറായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഒരു 68 ആണ് എന്ത് ചെയ്തു 6ഉം 8ഉം ലാസ്റ്റ്. 73 ആണെങ്കിൽ 7ഉം 3ഉം സ്ക്വയർ ആണ് കേട്ടോ. ഇനിയിപ്പോൾ അതല്ല നമുക്കിവിടെ 123യുടെ സ്ക്വയർ കാണാനുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചത് ഇപ്പോൾ ഒരു കൺഫ്യൂഷനായി. എവിടെ നിന്ന് സ്പ്ലിറ്റ് ചെയ്യണം? 12ഉം 3ഉം. കാരണം എന്തുകൊണ്ടാണ് ലാസ്റ്റ് എപ്പോൾ ഒരു ഡിജിറ്റ് ആ രീതിയിൽ എടുത്താൽ മതി. ഒരു സൈഡിൽ 12, ഒരു സൈഡിൽ 3. ഇനി വലിയ നമ്പർ 1 2 3 4ൻ്റെ സ്ക്വയർ കാണാം. അതൊക്കെ ഉണ്ടാവാറ് വളരെ റയറായിട്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു അത്രയും ലെവൽ കൂടി എക്സാംസിലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് ലാസ്റ്റ് 1 ഡിജിറ്റ് വെച്ച് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ ഈ ലാസ്റ്റ് 1 ഡിജിറ്റ് വെച്ച് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 42ൻ്റെ സ്ക്വയർ കാണാൻ സ്പ്ലിറ്റ് ചെയ്തു. ചെയ്യേണ്ടത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഞാനിവിടെ പറയുന്നത് ഈ 2 സ്ക്വയർ എടുക്കുക. 2ൻ്റെ സ്ക്വയർ 4 എടുക്കുക. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ 2ൻ്റെ സ്ക്വയർ 4ആണ്. ഇത് തമ്മിൽ ഗുണിക്കുക, ഇരട്ടി എടുക്കുക. 4 2 അല്ലേ 2 നമ്പേഴ്സ് ഉള്ളത്. ഈ 2 നമ്പർ തമ്മിൽ ഗുണിക്കുമ്പോൾ എത്ര വരും? 4 2 8. 8ൻ്റെ ഇരട്ടി 16. 16 എന്ന് എഴുതേണ്ട, ശിഷ്ടം 1 മാറ്റി വയ്ക്കുക. ഇനി 4ൻ്റെ സ്ക്വയർ പ്ലസ് 1. 4ൻ്റെ സ്ക്വയർ 16 1 17. 1764. സോ സെയിം നമ്പർ ഞാൻ ഒന്നുകൂടി പറഞ്ഞാൽ 42 അല്ലേ. 42 സ്ക്വയർ കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 2 സ്ക്വയർ എടുക്കുക. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം, സിമ്പിൾ സ്റ്റെപ്പിൽ പറയാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്തിട്ട് എഴുതി വയ്ക്കാം. 2ൻ്റെ സ്ക്വയർ 4ആണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? തമ്മിൽ ഗുണിക്കുക. അപ്പോൾ തന്നെ പഠിച്ചു കേട്ടോ. നമുക്ക് ഗുണിക്കുക, ഇരട്ടി എടുക്കുക. 2 നമ്പർ ഉണ്ടെങ്കിൽ ഗുണിച്ചിട്ട് ഡബിൾ എടുക്കുക. ഡബിളിൻ്റെ വാല്യൂ ആണ് 4 2 8ൻ്റെ ഇരട്ടി 16ന് ശിഷ്ടം 1. 4 4 16 1 17. 1764 ആൻസർ കിട്ടി. സോ നമുക്ക് വേറൊരു നമ്പർ എടുക്കാം അല്ലേ. ഒരു 63 എടുക്കാം. എനിക്ക് പല നമ്പേഴ്സ് നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് ആണ്. 63യുടെ സ്ക്വയർ ആണ്. നമുക്കിത് എങ്ങനെ ചെയ്യാം? നോക്കി ഇവിടെ നമുക്കിത് സ്പീഡ് ചെയ്യാം അല്ലേ. 3 9 18 36 ഇഷ്ടം 3 36 3 39. നോക്കി സെക്കൻഡുകൾ കൊണ്ട് ആൻസറാണ്. അപ്പോൾ ഇത് ചെയ്യണ മെത്തേഡ് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. സംഭവം എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു? 3 സ്ക്വയർ 9 എടുത്തു. 3 സ്ക്വയർ 9 എടുത്തതിന് ശേഷം നമ്മളിവിടെ ശിഷ്ടമില്ലല്ലോ, ശിഷ്ടമില്ല. അപ്പം നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ തമ്മിൽ ഗുണിച്ചു, ഇരട്ടി എടുത്തു.
6ഉം 3ഉം 18ൻ്റെ ഇരട്ടി. അപ്പോൾ ഇരട്ടി എടുക്കാൻ ഡബിൾ എടുക്കാൻ പഠിക്കുക എല്ലാ നമ്പറിൻ്റെയും. നിങ്ങൾക്ക് ഏത് നമ്പർ കിട്ടിയാൽ 18ൻ്റെ ഇരട്ടി 36, 36ൻ്റെ ഇരട്ടി 72, 72ൻ്റെ ഇരട്ടി 144. ഇതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് യൂസ് ചെയ്യണം. അപ്പോൾ ഡബിൾ എടുക്കാൻ പ്രാക്ടീസ് ചെയ്യുക. 6, 3, 18ൻ്റെ ഇരട്ടി 36ന് ശിഷ്ടം 3. ഇനി നമ്മൾ ഈ ഫസ്റ്റ് നമ്പർ ഈ ഒരു റൈറ്റ് സൈഡിലെ നമ്പർ എടുത്ത പോലെ തന്നെ ലെഫ്റ്റ് സൈഡിലെ 6ൻ്റെ സ്ക്വയർ എടുക്കുക. 6ൻ്റെ സ്ക്വയർ 36, 3, 39. ശിഷ്ടം കൊണ്ട് കൂട്ടി ആഡ് ചെയ്ത് 3, 9, 6, 9 കിട്ടി. നമുക്ക് വേറൊരു നമ്പർ എടുക്കാം അല്ലേ, ഒരു 72 എടുക്കാം. 72 സ്ക്വയർ നിങ്ങളൊന്ന് ചെയ്ത് നോക്കി. ഓക്കെ, നമ്മൾ ഫസ്റ്റ് തുടക്കത്തിലൊക്കെ കുറച്ച് ഈസിയുള്ള നമ്പേഴ്സ് എടുക്കണം, കാരണം നമുക്കിത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കൺഫ്യൂഷൻ ആയിരിക്കും. 72 സ്ക്വയർ ഒന്ന് ചെയ്ത് നോക്കി എത്ര ആൻസർ വരിക എന്നുള്ളത്. ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ പോലെ എടുക്കുക. 72 സ്ക്വയർ 2, 2, 4, 7, 2, 14, 14ൻ്റെ ഇരട്ടി 28 അല്ലേ വരിക. ശേഷം 2 7ൻ്റെ സ്ക്വയർ എടുക്കുക പ്ലസ് 2. ഇവിടെ എഴുതി വയ്ക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ മിസ്സിങ് വന്നാൽ നമുക്ക് 2. ഓക്കെ, 49ഉം 2ഉം 51. 5184 കിട്ടി. ഈസി അല്ലേ? നമുക്ക് എന്താണ് സിംഗിൾ സ്റ്റെപ്പ്, ഈ സ്റ്റെപ്പ് ഇതൊക്കെ ഒഴിവാക്കും കേട്ടോ നിങ്ങൾ. ഇപ്പോൾ ഞാൻ ഇടുന്ന സ്പിറ്റിങ് വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് അത് കുറച്ച് സ്പീഡിൽ ചെയ്യാം. അപ്പോൾ എന്തായാലും അടുത്തൊരു നമ്പറിൽ നമുക്ക് റിമൈൻഡർ വരുന്ന നമ്പർ കൊടുക്കാം. ശിഷ്ടം വരുന്ന നമ്പറുകൾ ഏതൊക്കെയായിരിക്കും? ഇപ്പോൾ 74 തന്നെ എടുക്കാം. റാൻഡം ആയിട്ട് എൻ്റെ അടുത്ത് പെട്ടെന്ന് എനിക്ക് തോന്നുന്ന ഒരു നമ്പർ നമുക്ക് ഏതും ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ ഇതുപോലെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പഠിച്ച് തുടങ്ങുന്ന സമയത്തൊക്കെ ഞാൻ ഇതുപോലെ ഒരു 1 to 100 എല്ലാ നമ്പറിൻ്റെ സ്ക്വയർ എനിക്കൊരു 30, 40 വരെയൊക്കെ എനിക്കറിയാം കാണാതെ. പിന്നെ ഞാൻ ഇങ്ങനെ ഏത് നോട്ടിൽ 41 സ്ക്വയർ കണ്ടുപിടിക്കും. എങ്ങനെയാണ്? ഇതേപോലെ 1 സ്ക്വയർ 1, 4 ഇരട്ടി 8 അല്ലേ, 4, 16, 1681 കിട്ടും. 42 നേരത്തെ ചെയ്ത പോലെ ചെയ്യും. 2, 2, 4, 4, 8, 2, 16 ഇഷ്ടം 1, 4, 16, 17, 16. എന്നിട്ട് ഞാൻ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കും. 1 to 100 എല്ലാ നമ്പറിൻ്റെയും സ്ക്വയർ ഗൂഗിളിലോ അല്ലെങ്കിൽ നമ്മുടെ കാൽക്കുലേറ്ററോ ചെക്ക് ചെയ്ത് നോക്കും, ശരിയാണോ ഇല്ലേ, തെറ്റിയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. സോ നമ്മുടെ നമ്പർ മറ്റൊന്നുമല്ല, 74ൻ്റെ സ്ക്വയർ ചെയ്ത് നോക്കി എല്ലാവരും. 74ൻ്റെ സ്ക്വയർ എന്തായിരിക്കും വരിക? നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അതിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവും ശിഷ്ടം വരുമ്പോൾ എന്ത് ചെയ്യും. 4, 4, 16, 4, 4, 16 ശിഷ്ടം 1 ഉണ്ട്. ഇവിടുത്തെ ഒരു ശിഷ്ടമുണ്ട് അല്ലേ. ഇനിയിപ്പോൾ നേരത്തെ ശിഷ്ടം കൂട്ടിയ പോലെ നമ്മൾ തൊട്ടടുത്ത സ്റ്റെപ്പിലേക്ക് ഇത് ആഡ് ചെയ്യുക. എപ്പോഴും 7, 4, 28, 28ൻ്റെ ഇരട്ടി 56. അപ്പോൾ അത് പഠിക്കാൻ നോക്കി. 28ൻ്റെ ഇരട്ടി അറിയണമല്ലേ. അപ്പോൾ നിങ്ങൾ ഇത് ഇരട്ടി അറിഞ്ഞിട്ടില്ലെങ്കിലോ എന്നുള്ളത്. ഇല്ലെങ്കിൽ നിങ്ങൾ മറ്റേ മെത്തേഡ് ചെയ്തോ. 74 × 74, 4, 4, 16 ശിഷ്ടം 1, 7, 4, 28, 2, 21. ഇതൊക്കെ ഇത്ര സ്റ്റെപ്പാണ്. വീണ്ടും ഇത് 7, 4, 28 അല്ലേ, 49 ഇതൊക്കെ ചെയ്ത് നമ്മൾ ഇത്രയും ടൈം പോവാണ്. അപ്പോൾ ഈ കൺവെൻഷണൽ മെത്തേഡ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എക്സാമിൽ ക്ലിയർ ചെയ്യാൻ പറ്റില്ല. പ്രിലിംസ് വരെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. സോ അതൊക്കെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ മെത്തേഡുകൾ, പഴയ മെത്തേഡ് ഒഴിവാക്കുക. അതായത് 16 ഇഷ്ടം 1, 28ൻ്റെ ഇരട്ടി 56, 57 ഇഷ്ടം 5, 7, 49, 5, 54, 5, 4, 7, 6. തെറ്റാൻ പാടില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻ തരാം. രണ്ടും നിങ്ങൾ അല്ലെങ്കിൽ ഒരു നമ്പർ കൂടി ചെയ്ത് നോക്കാം. നമുക്കിവിടെ ഒരു 46 ചെയ്ത് നോക്കാം. കുറച്ച് വലിയ നമ്പർ. 46ൻ്റെ സ്ക്വയർ 56. പോസ് ചെയ്ത് നിങ്ങൾ ചെയ്ത് നോക്കാം. ശേഷം 3, 7, 28, 28, 6, 24. നമുക്ക് 6, ശേഷം 3, 6, 24, 24ൻ്റെ ഇരട്ടി 48, 3, 51 ഇഷ്ടം 5, 4, 16, 5, 21, 2, 1, 1, 6 കിട്ടി. സോ 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരാം. ആ 2 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ ഫസ്റ്റ്ലി ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറയുന്നത് ഒരു 62 ആയിക്കോട്ടെ. 62 ക്വസ്റ്റ്യൻ നമ്പർ 1. ക്വസ്റ്റ്യൻ നമ്പർ 2 എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്പർ, ഒരു വലിയ നമ്പർ ആയിക്കോട്ടെ 86. രണ്ടിൻ്റെയും സ്ക്വയർ നിങ്ങൾ കണ്ടുപിടിക്കുക. ഇതേപോലെ ഈക്വൽ ടു അല്ലെങ്കിൽ 62, 1, 2 എന്ന് പറഞ്ഞിട്ട് താഴെ ഉത്തരം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ടൈമറൊക്കെ നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ ഒരു ടൈം വേറെ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എത്ര സെക്കൻഡ് കൊണ്ട് ഈ സ്ക്വയറിൻ്റെ വാല്യൂവിൻ്റെ ആൻസർ കിട്ടുന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ 2 ഡിജിറ്റ് നമ്പറിൻ്റെ സ്ക്വയർ കാണാൻ പഠിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പറൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് തരാം. എന്ത് ചെയ്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ വീട്ടിൽ പോയിട്ട് ചെയ്യേണ്ട കാര്യത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കും, ഓൺലൈൻ ക്ലാസ് അല്ലേ. അപ്പോൾ ഇത് നോർമലി നമ്മൾ ഓഫ്ലൈനിലൊക്കെ പറയാറുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ വീട്ടിലൊരു പേപ്പർ എടുക്കുക, നിങ്ങളുടെ ബുക്കായാലും മതി. 1 to 100 വരെയുള്ള എല്ലാ നമ്പറിൻ്റെയും സ്ക്വയർ നമുക്ക് 30 വരെ അറിയാം. 31, 32, 33, 34ൻ്റെ സ്ക്വയർ കാണാം, 35ൻ്റെ സ്ക്വയർ
കണ്ടുപിടിക്കുക. അങ്ങനെ 36ഉം 42ഉം അങ്ങനെ 40, 50ൻ്റെ ഇടയ്ക്കുള്ള അങ്ങനെ 100 വരെയുള്ള എല്ലാ നമ്പറും ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളുടെ പ്രാക്ടീസ് കൂടും. നിങ്ങൾക്ക് ഒരു നമ്പർ കിട്ടുമ്പോൾ ഓക്കെ സിമ്പിളാണത്. ഓക്കെ 58, 64 ഇഷ്ടമല്ലേ, ഇഷ്ടം 6, 7, 40, 40, 80, 86 ഇഷ്ടം 8, 5, 8, 4, 5, 75 കിട്ടും അല്ലേ, 75, 8, 33 ആൻസർ കിട്ടും. പെട്ടെന്ന് പെട്ടെന്ന് സ്പീഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഇത് നമ്മളൊരു മെത്തേഡായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. സോ നമുക്ക് 2 ഡിജിറ്റ് നമ്മൾ കഴിച്ചു. 3 ഡിജിറ്റ് നമ്പർ അല്ലേ, നമുക്കൊരു 1, 2, 3 എന്നല്ലോ നമ്പർ 3 ഡേറ്റും ഉണ്ട്. സ്പ്ലിറ്റ് ചെയ്തു, സ്ക്വയർ കാണാനാണ് 3, 9 എടുത്തു. ഇഷ്ടമില്ല, കുഴപ്പമൊന്നുമില്ല. നമുക്കിവിടെ 12, 3 മൾട്ടിപ്ലൈ ചെയ്യണം. 12 × 3 അല്ല, 2 × 3 അല്ല, 12ഉം 3ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് 36ൻ്റെ ഇരട്ടി 72. അപ്പോൾ നിങ്ങൾ ഇരട്ടി എടുക്കാൻ അറിയാത്ത ആൾക്കാർ എന്ത് ചെയ്താൽ മതി, ഒരു ആക്ടിവിറ്റി കൂടി ചെയ്ത് നോക്കുക. നമ്പേഴ്സ് എടുക്കാൻ ഇരട്ടി എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. 18, 36, 17, 34 അല്ലേ, 34, 52, 104. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ്. അപ്പോൾ നമ്മൾ എവിടെ നിൽക്കേണ്ടത്, ഇവിടെ 3, 9, 12, 3, 36, 72 ഇഷ്ടം 7 കിട്ടി. നമുക്കിവിടെ 12ൻ്റെ സ്ക്വയർ 144 പ്ലസ് 7, 144ഉം 7, 151, 151. ഇത്ര ഈസി അല്ലേ. നമ്മൾ അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കും 1, 2, 3 × 1, 2, 3 തമ്മിൽ താഴെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് ടൈം നമുക്ക് അവിടെ പോകും. അപ്പോൾ നമുക്കിവിടെ 230 ഒരു 2 എടുക്കാം, എല്ലാവരും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. പക്ഷേ ഇവിടെ നമുക്ക് അറിയണം വലിയ നമ്പർ വരുമ്പോൾ എന്ത് ചെയ്യണം. നമുക്കിവിടെ 2, 2, 4 അറിയാം, വലിയ കുഴപ്പമില്ല. 23 × 2 തമ്മിൽ മൾട്ടിപ്ലൈ ഇരട്ടി എടുക്കണം. 23 46 വരിക, 46ൻ്റെ ഇരട്ടി 92 അല്ലേ വരിക. 2, 4, 23, 23ൻ്റെ ഇരട്ടി 46, 40, 46 92 വരും. 9 ശിഷ്ടം വരും, വലിയ നമ്പറാണ്. 23ൻ്റെ സ്ക്വയർ നമുക്ക് അറിഞ്ഞാലേ പറ്റുള്ളൂ. വലിയ നമ്പർ ആവും തോറും സമയം കോംപ്ലിക്കേഷൻ കൂടുകയുള്ളൂ വെച്ചില്ല. പക്ഷേ നമുക്കിവിടെ പ്രാക്ടീസ് ചെയ്ത ആളുകൾക്ക് എളുപ്പമാണ്. 2, 4, 23, 46, 92 ഇഷ്ടം 9, 23ൻ്റെ സ്ക്വയർ 529, 23യുടെ സ്ക്വയർ 529, 24ൻ്റെ സ്ക്വയർ 576, 25, 625 അല്ലേ. 22, 484, 529, 529. ഈ 529 പ്ലസ് 9 വരും അല്ലേ, 538. 538 അല്ലേ വരിക. 599, 538 ബാക്കിയുള്ള 24 കൂടി ചേർത്തെടുത്താൽ ഇതിൻ്റെ സ്ക്വയർ ആയി എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സോ ഇതാണ് ഇതിൻ്റെ കാര്യമുള്ളത്. നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലൊക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടും? ടെലിഗ്രാമിൽ എഡ്യു ഓൺ ബാങ്കിങ് നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുക. നമ്മൾ ഓരോ സെഷൻ കഴിയുമ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. എഡ്യു ഓൺ ബാങ്കിങ് ടെലിഗ്രാമിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചാനലുണ്ട്. ടെലിഗ്രാം ചാനലിൽ നമ്മളതിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസർ കീയൊക്കെ പ്രൊവൈഡ് ചെയ്യും. ക്വസ്റ്റ്യൻ വർക്ക്ഷീറ്റ് പോലെ, വർക്ക് ബുക്ക് പോലെ നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത് പഠിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ്. ശരിക്കും പ്രിൻ്റ് എടുത്ത് പഠിക്കണമെന്നില്ല നിങ്ങൾക്ക്. കാരണം ഓൺലൈൻ എക്സാം ആകുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഫോണ് ടാബൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്ററായിട്ട് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. കാരണം എപ്പോഴും നമ്മളൊരു സിസ്റ്റത്തിൽ നോക്കി ചെയ്യുമ്പോൾ എക്സാമിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമ്മളൊരു പ്രാക്ടീസ്, ഞാനൊക്കെ പണ്ട് നമ്മൾ ഈ സിസ്റ്റം ഒന്നും ഉണ്ടാവാത്ത സമയത്ത് നമ്മൾ ഈ ബുക്കിലൊക്കെ എഴുതിയിട്ടാണ് നമ്മൾ എക്സാമിന് പോവുക. അപ്പോൾ ഉള്ള പ്രശ്നം നമ്മൾ ഈ ബുക്കിൽ നോക്കുന്നു ഓൺലൈൻ നോക്കി പ്രാക്ടീസ് ചെയ്യുന്ന തമ്മിൽ നല്ല മാറ്റമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഒരു ഫോൺ, അതിലൊക്കെ ഫോൺ നോക്കി പ്രാക്ടീസ് ചെയ്താൽ നമ്മൾ സിമ്പിളാണ്. സോ ഈ ക്വസ്റ്റൻ ഒന്ന് ചെയ്ത് നോക്കാം. നമുക്കിവിടെ 48ഉം 36 320 മൈനസ് ചെയ്യും. 48, 36, 300. അപ്പം നമുക്ക് 36 അറിയേണ്ട കുഴപ്പമില്ല. ഇപ്പോൾ എനിക്ക് 36 അറിയാം. 126 അല്ലേ, 1269 1396 ആണ് വരിക. 1396 ഇതൊരു ടെക്നിക്കാണ് കേട്ടോ, ഞാൻ വെച്ച് ഷെയർ ചെയ്യാം. സോ നമുക്കിവിടെ 36 അല്ലേ വരിക, 36 1296 ആട്ടോ വരിക. 1296 എന്താ പറഞ്ഞുതരാം. ഈ 1296ഉം 1369 തമ്മിൽ എന്താ ബന്ധം? കാണുമ്പോൾ വലിയ ബന്ധമൊന്നും തോന്നില്ല, പക്ഷെ അതൊരു ചെറിയൊരു കണക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഞാൻ പഠിച്ചു വെച്ച നമ്പർ ഇത്രയേ ഉള്ളൂ, 1296. സ്റ്റെപ്പ് നമ്മൾ ഇടയ്ക്ക് 1296 36ൻ്റെ സ്ക്വയറാണ് പഠിച്ചു വയ്ക്കും. ഇനി 37ൻ്റെ നമ്പർ സ്ക്വയർ കാണാൻ വളരെ ഈസിയാണ്. ഇതൊന്നും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. 36 നമുക്ക് കിട്ടിയല്ലേ. 36ൻ്റെ സ്ക്വയർ കിട്ടിക്കഴിഞ്ഞാൽ 37ൻ്റെ സ്ക്വയർ ഇതാണെന്നുള്ളത് ഏകദേശം ഐഡിയ കിട്ടും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 12ന് പകരം 13, 96ന് പകരം 69,
അപ്പോൾ ഇങ്ങനെയാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്പർ 36ഉം 37 ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മെത്തേഡ് ഈസി ആയിട്ട് എക്സാംസിന് അപ്ലൈ ചെയ്യാം, സ്ക്വയറിൻ്റെ നമ്പറുള്ളത്. സോ നമുക്കിവിടെ 36ന് നമുക്ക് കിട്ടിയില്ലേ 1296 പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. 1296 ഇത് 1296 ആണ്. നമുക്ക് അറിയാത്ത 48 48ൻ്റെ സ്ക്വയർ നമ്മൾ കണ്ടിട്ടില്ല എന്ന് വിചാരിക്കുന്നു. നേരത്തെ സ്റ്റെപ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ടായില്ല 48ൻ്റെ സ്ക്വയർ. ഇതൊക്കെ ഞാൻ കാണാൻ വേണ്ടി പറയുകയാണ്. 8 64 ഇഷ്ടം 6 4 32 64 64 6 70 ഇഷ്ടം 7 4 16 7 23 04 1296 1296 അല്ലേ വരിക? അതെ. സോ നമുക്ക് 6 4 10 ഇഷ്ടം 1 10 ഇഷ്ടം 3 3 5 6 2 3 3600 കിട്ടിയില്ലേ? ഈ 3600 എത്ര മൈനസ് ചെയ്യണം? 320 മൈനസ് ചെയ്യുക. 320 മൈനസ് ചെയ്യാൻ ഇത് വേറെ ടെക്നിക്ക് ഉണ്ടല്ലോ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കാം. ഇതാണ് എക്സാം ഹാളിൽ നമ്മൾ ചെയ്യേണ്ട ടെക്നിക്കുള്ളത്. നമുക്ക് സ്പീഡാക്കി എടുക്കാം. 0 8 കിട്ടി, നമ്മൾ നിർത്താൻ പാടില്ല. നിർത്തിക്കാൻ പിന്നെ 1 തുടങ്ങണം. അതാണ് ഇതിൻ്റെ കാര്യം. അപ്പോൾ നമുക്ക് 0 8 കിട്ടി. 3280 ലാസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. 0 8 വരും 30 35 35 2 3 പോയ 32 3280 ആൻസർ ആയി. സോ നമുക്കിവിടെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കി നോക്കാം. സോ ക്വസ്റ്റ്യൻ 42 സ്ക്വയർ 57 സ്ക്വയർ മൈനസ് 248 നമ്പർ. അപ്പോൾ ഞാൻ ഇതിനൊരു വർക്ക്ഷീറ്റ് ഇതേ PDF ഞാൻ അതിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. 42 സ്ക്വയർ 57 സ്ക്വയർ അല്ലേ 42. എനിക്കിവിടെ 42 നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആ നമ്പർ പെട്ടെന്ന് ഓർമ്മ. കുറേ നമ്പറുകൾ നമ്മുടെ മൈൻഡിൽ വന്നുകൊണ്ട് 42 പെട്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. 42 സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര വരിക? 4 4 2 8 4 2 8 2 16 ഇഷ്ടം 1 4 16 17 1764 നേരത്തെ 1296 പറഞ്ഞ പോലെ 1764 വന്നു. 57 എന്ന് പറയുന്നത് 57 നമുക്ക് ഇതുപോലെ തന്നെ ചെയ്ത് നോക്കാം. 57ൻ്റെ സ്ക്വയർ 49 ഇഷ്ടം 4 75 35 15 70 74 ഇഷ്ടം 7 25 7 32 32 49 അല്ലേ? 32 49 വന്നു. ഈ 32 49 നമുക്ക് പ്ലസ് ചെയ്യണം. 32 49 32 49 നമുക്ക് പ്ലസ് ചെയ്യല്ലേ? അതെ. 9 13 ഇഷ്ടം 1 10 11 10 വരും. നമുക്കിവിടെ 3 4 1 5 50 പ്ലസ് ചെയ്ത് 9 13 ഇഷ്ടം 1 11 11 9 10 ഇഷ്ടം 1 4 1 5 5013. അപ്പോൾ നമുക്ക് രണ്ട് നമ്പറിൻ്റെ സ്ക്വയർ ആഡ് ചെയ്ത് 5013 248 മൈനസ് ചെയ്താൽ 248 മൈനസ് ചെയ്യുക. സോ ഇവിടെ എത്ര വരും? ഇവിടെ 8 5 13 നമുക്കിവിടെ 10 4 പോയി 6 വരും. നമുക്കിവിടെ 49 2 പോയാൽ 47 4765 ആൻസർ കിട്ടി. അപ്പോൾ ഇതുപോലെയാണ് അടുത്തടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക. സോ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ ഈ ഒരു PDF ഞാൻ ടെലിഗ്രാമിൽ പ്രൊവൈഡ് ചെയ്യാം. 56ഉം 73 ഒക്കെ സ്ക്വയർ പ്ലസ് ചെയ്യുക 528. എനിക്ക് തോന്നുന്നത് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾ പറയുക. അതായത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ ഇതേ സെയിം ടൈപ്പാണുള്ളത്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യണോ വേണ്ടെന്നുള്ളത് ഒരേ ടൈപ്പിലുള്ള സംഭവം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നെങ്കിൽ ഒന്ന് എടുക്കാൻ വേണമെങ്കിൽ നമുക്ക് എടുക്കാമല്ലേ. 60 സ്ക്വയർ 80 സ്ക്വയർ 88 ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ എനിക്ക് തോന്നി 88 വലിയൊരു നമ്പറാണ്. 88ൻ്റെ സ്ക്വയർ 60. നമുക്ക് ചില നമ്പറൊക്കെ ഈസി ആയിരിക്കും. 60 നമുക്ക് 60 വരുമ്പോൾ നമുക്ക് ഈസി ആണ്. 60ൻ്റെ സ്ക്വയർ 36ന് 2 0 എടുത്താൽ മതി. 66 60ൻ്റെ സ്ക്വയർ ആട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ 88ൻ്റെ സ്ക്വയർ കാണാൻ കുറച്ച് ടൈം എടുക്കും. നമുക്കിവിടെ 88 രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നമ്മളിവിടെ 8 64 ഇഷ്ടം 6 വന്നു. 8 64 64ൻ്റെ ഇരട്ടി 64ൻ്റെ ഇരട്ടി ഇത്ര വരിക? ഏറ്റവും എളുപ്പത്തിൽ പറയാം. 64ൻ്റെ ഇരട്ടി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 64 GB ഉണ്ടല്ലോ ഫോണിൽ. 64ൻ്റെ ഇരട്ടി 128 128ൻ്റെ ഇരട്ടി 256 256ൻ്റെ ഇരട്ടി 512 ആണ് ഇരട്ടി എടുക്കുമ്പോൾ 512ൻ്റെ ഇരട്ടി 1024. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചില ടെക്നിക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്പറിന് ഡബിൾ എടുക്കാൻ ഈസിയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എക്സാംസിൽ പ്രത്യേകിച്ച് ബാങ്ക് എക്സാമിലൊക്കെ നമുക്കിത് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് 88ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുകയാണ് നമ്മളിവിടെ. 8 64 ഇഷ്ടം 6 64ൻ്റെ ഇരട്ടി 128 128 6 134 13 ഇഷ്ടം വന്നു. 64 64 10 74 3 77 7744 നല്ല നമ്പറല്ലേ നോക്കി നോക്കി 7744. വേറെ ടെക്നിക്സ് ഉണ്ട് ഇതിന് ഷോർട്ട് കട്ട് ചെയ്യാനുള്ള. പക്ഷേ നമ്മൾ ഈ ഒരു രീതിയിൽ നമുക്കിതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും വലിയ ക്വസ്റ്റൻ ആൻസർ നമ്മൾ ഈ ഒരു രീതിയിൽ വളരെ സിമ്പിളായിട്ട് ചെയ്ത് നമ്മുടെ ബാങ്ക് എക്സാമിൻ്റെ കോഴ്സ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓൾറെഡി നിങ്ങൾ ഒരുപാട് നേരത്തെ എനിക്ക് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞു വിചാരിക്കുന്നു. അപ്പോൾ ആ കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ജസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ വാട്സാപ്പിൽ നമ്പറിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചാലും ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ്. സോ നമ്മൾ ഈ ഒരു കോഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ഉണ്ടായിരിക്കും. നമ്മൾ ഈ സിംപ്ലിഫിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ ആ സിംപ്ലിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ
നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് ബേസ് ടു ഹയർ ലെവൽ എന്നാണ് നമ്മളിതിനെ പറയുക. നമ്മളിതിൻ്റെ സിംപ്ലിഫിക്കേഷനിലെ കുറേ ടൈപ്പ് ഉണ്ട്. ആ ടൈപ്പുള്ള പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മളെന്താണ് അടുത്ത ലെവലിലേക്ക് നമ്മൾ പുഷ് ചെയ്യുക. സോ നമുക്ക് ഇത്രയും കാര്യങ്ങളാണുള്ളത്. നമ്മളെല്ലാ സബ്ജക്റ്റും ആ കോഴ്സിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ബാങ്കിങ് അവയർനെസ്സും ജനറൽ അവയർനെസ്, കറണ്ട് അഫയേഴ്സ് എങ്ങനെ നമ്മൾ പഠിച്ചു തുടങ്ങണം, ഇതൊക്കെ നമുക്കതിൽ ഇൻക്ലൂഡഡ് ആണ്. സോ നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതേപോലത്തെ കുറേ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിൽ 5ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എടുത്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ Day 2 സിംപ്ലിഫിക്കേഷൻ്റെ Day 2 വീഡിയോയിൽ മൾട്ടിപ്ലിക്കേഷൻ ബൈ 5 ആയിരുന്നു. അത് നിങ്ങൾക്ക് ചെയ്യാം. എന്തായാലും നമ്മുടെ ടെക്നിക്ക് ഓർമ്മയുണ്ടെങ്കിൽ മനസ്സിലാവും. പകുതി എടുക്കുക അല്ലേ, ലാസ്റ്റ് ഒരു 0 ചേർത്ത് കൊടുത്താൽ മതി. ഇങ്ങനെ പറയാം. ഇത് വായിക്കാൻ മലയാളം അങ്ങനെയൊന്നും അറിയില്ല. 482 5 482ൻ്റെ പകുതി എടുക്കുക. 4ൻ്റെ പകുതി 2, 8ൻ്റെ പകുതി 4, 2ൻ്റെ പകുതി 1, 2410. ഈ 2410 ഈ 69 സ്ക്വയറും 54 സ്ക്വയറും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരമായി. പക്ഷേ അതൊക്കെ സ്പീഡ് നമ്മൾ അഡീഷനും കൂടി സ്പീഡാക്കണം. അതായത് നമ്മൾ Day 1 സിംപ്ലിഫിക്കേഷനിൽ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൂടി നിങ്ങൾ കണ്ടുനോക്കുക. ഞാൻ ഒരു പ്ലേ ലിസ്റ്റ് യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒരു പ്ലേ ലിസ്റ്റ് നമ്മുടെ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ എജുവൺ ബാങ്കിങ് ചാനലിലുണ്ട്. നമ്മുടെ എജുവൺ മെയിൻ ചാനലിൽ ഞാൻ എൻ്റെ വീഡിയോസ് കൊളാബിയായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടിൽ നിങ്ങൾക്ക് കാണാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ചിലപ്പോൾ നമ്മുടെ മെയിൻ ചാനലാണ് കാണുന്നുണ്ടെങ്കിൽ എജുവൺ ബാങ്കിങ് എന്ന് പറഞ്ഞ ചാനലുണ്ട്. അത് യൂട്യൂബിലും ഇതേ പേരിലും ടെലിഗ്രാമിലും സെർച്ച് ചെയ്യുക. അപ്പോൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസ് യൂട്യൂബിൽ കാണാം, മെറ്റീരിയൽസ് ടെലിഗ്രാമിൽ കിട്ടും. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണുള്ളത്. സോ അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് നോക്കി 320 × 5 ഇതൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം. ഓൾമോസ്റ്റ് നമ്മൾ കഴിഞ്ഞ് 60 സ്ക്വയറും 70 സ്ക്വയറും ഇതെങ്ങനെ ചെയ്യാം. 3600ഉം 4900 4900 കൂടി പ്ലസ് ചെയ്ത ആൻസറായി. സോ ഇത്രയേ ഉള്ളൂ. നമുക്കിവിടെ 40 സ്ക്വയർ 80 സ്ക്വയറും 30 സ്ക്വയറൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ 4ൻ്റെ സ്ക്വയർ എല്ലാം കൂടി കൂട്ടിയിട്ട് നമ്മൾ 0 എടുത്താലും മതി. ഓക്കെ ഏറ്റവും ടെക്നിക്ക് എന്താ അത് കാണുമ്പോൾ 16 ഇടത്ത് 64 64ഉം 16ഉം കൂട്ടുക, പിന്നെ 9 കൂട്ടുക, ഒരു 2 പൂജ്യം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ടെക്നിക്സ്, സ്പീഡിൽ ചെയ്യാനുള്ള ടെക്നിക്സാണ്. നമ്മൾ അടുത്ത വീഡിയോ ഏകദേശം ഇതിൻ്റെ സെയിം പാറ്റേണിൽ തന്നെയാണ് നെക്സ്റ്റ് വീഡിയോ പോകുന്നത്. നെക്സ്റ്റ് വീഡിയോ തീർച്ചയായിട്ടും കാണാൻ കാരണം എന്തുകൊണ്ടാണ്, അതായത് സ്ക്വയറിൻ്റെ വേറൊരു കാര്യം കൂടി ഷോർട്ട് കട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളൊരു ബേസ് ടു ഹയർ ലെവൽ എന്നുള്ള രീതിയിലാണ് യൂട്യൂബിലൂടെ നമ്മൾ ക്ലാസ്സുകൾ പോകുന്നത്. തീർച്ചയായിട്ടും എന്താണ്, ഒരു ക്ലാസ്സിന് പോകാൻ, ഒരു കോച്ചിങ് ക്ലാസ്സിന് പോവുകയാണെങ്കിൽ 10,000 രൂപ നിങ്ങൾക്ക് കൊടുക്കണം. അപ്പോൾ അതൊന്നും ഇല്ലാത്ത ആളുകളുണ്ടായിരിക്കും. സോ ഒരു സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഓൺലൈനായിട്ട് നമ്മൾ യൂട്യൂബിൽ ബാങ്കിങ്ങിൻ്റെ ഫ്രീ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. സോ ടിൽ ടേക്ക് കെയർ, ബൈ.